കൊച്ചിൻ കാർണിവൽ റാലിയിൽ നിശ്ചല ദൃശ്യങ്ങളുടെ മനോഹാരിത കാണികളിൽ സൃഷ്ടിച്ചുകൊണ്ട് അത്ഭുത വിസ്മയമൊരുക്കി ആതിര ആർട്സ് ക്ലബ്. കാർണിവലിന്റെ ചരിത്രത്തിൽ ഒരു വർഷം പോലും മുടങ്ങാതെ ഫ്ലോട്ട് ഇറക്കുന്ന തോപ്പുംപടി ജനകീയ കൂട്ടായ്മയായ ആതിര ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വന്യജീവികൾ നാട്ടിലേക്കിറങ്ങി ഭീതി പരത്തുന്ന ദൃശ്യമാണ് കാടിറങ്ങുന്ന ഭീതി എന്ന പേരിൽ അവർ ഒരുക്കിയിരുന്നത്. കൊച്ചിൻ കാർണിവൽ റാലിയിൽ 41-ാം വർഷം നിശ്ചല ദൃശ്യമൊരുക്കി തോപ്പുംപടി ജനകീയ കൂട്ടായ്മയായ ആതിര ആർട്സ് ക്ലബ്. കാർണിവലിന്റെ ചരിത്രത്തിൽ ഒരു വർഷം പോലും മുടങ്ങാതെ ഫ്ലോട്ട് ഇറക്കുന്ന ആതിര ആർട്സ് ഇത്തവണയും കാണികളെ വിസ്മയത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കൊച്ചി MLA KJ മാക്സി ഫ്ലോട്ടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കൊച്ചിൻ കാർണിവലിന്റെ തുടക്കം മുതൽ തന്നെ 40 വർഷക്കാലമായി ആതിര ആർട്സ് തോപ്പുംപടി എല്ലാ വർഷവും ഫ്ലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നാണ്. പിന്നീട് എന്നാൽ ഏത് വർഷവും ഒരു സമ്മാനം ഒരിക്കലുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇതാണ് അവതരിപ്പിക്കുന്നത്. കാർണിവലിൻ്റെ വളച്ചുറപ്പം തന്നെ ആതിര ആർട്സും ഏറ്റവും ഗംഭീരമായിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. തോമ്പടിയിലുള്ള കുറേ ചെറുപ്പക്കാരുടെ വലിയൊരു കൂട്ടായ്മയാണ് ആതിര ആർട്സ്. ആതിര ആർട്സിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് പൈസ ചിലവ് വരുന്നുണ്ട്. അത് പല ഇതിൽ നിന്നായിട്ട് പലരും കയ്യിൽ നിന്നെടുത്തും കുറെ ആൾക്കാർ സഹായങ്ങളൊക്കെ മേടിച്ചൊക്കെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി ഭീതി പരത്തുന്ന ദൃശ്യമാണ് കാടിറങ്ങുന്ന ഭീതി എന്ന പേരിൽ അവർ അവതരിപ്പിച്ചത്. നിശ്ചല ദൃശ്യങ്ങളുടെ മനോഹാരിതയിൽ കാട്ടിലെ സാമീപ്യം കാണികളിൽ അത്ഭുത വിസ്മയം തീർത്തു. നാടിനെ വിറപ്പിച്ച അരിക്കൊമ്പൻ തുടങ്ങി ചൂരൽമലയിലെ മഹാദുരിതം വരെ നേർക്കാഴ്ചയിൽ അവർ വരച്ചുകാട്ടി. വർഷങ്ങളായി മുടക്കം വരുത്താതെ അവതരിപ്പിക്കുന്ന ഈ ഫ്ലോട്ടിൽ നിരവധി പേരുടെ കഠിന പരിശ്രമങ്ങളുണ്ട്. 15 പേർ അണിനിരുന്ന ഫ്ലോട്ടിന് ചെലവ് 1.5 ലക്ഷം രൂപയാണ്. 1.5 മാസത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ നിശ്ചല ദൃശ്യമെന്ന് പ്രസിഡന്റ് TB സുനിലും സെക്രട്ടറി AR സന്തോഷ് കുമാറും മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങള് 41 വർഷത്തിലേക്ക് കടക്കുകയാണ്. കാർണിവൽ തുടങ്ങിയ വർഷം തൊട്ട് ഇപ്പൊ 2024 41 വർഷത്തിലേക്ക് കൊച്ചിൻ കാർണിവൽ കടക്കുമ്പോഴത്തേക്കും ആതിര ആർട്സ് എന്ന് പറയുന്ന ഒരു ജനകീയ ക്ലബ്ബ്, തോപ്പുംപടിയുടെ ഒരു ജനകീയ ക്ലബ്ബ്, അതിൻ്റെ ഒപ്പം സഞ്ചരിച്ചുകൊണ്ട് 41-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. വളരെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ സമ്മാനം എന്ന് പറഞ്ഞാൽ ഒരു മത്സരമാണ്. അതിൽ സമ്മാനങ്ങൾ കിട്ടും. പക്ഷേ സമ്മാനത്തിൽ ഉപരിയായിട്ട് ഞങ്ങളുടെ മുന്നിലുള്ളതെന്ന് പറഞ്ഞാൽ കാഴ്ചക്കാർക്കൊരു കണ്ണിന് വിരുന്നാകണം. അതാണ് ഞങ്ങളുടെ മെയിൻ തീം. ഒരു ജനകീയ പ്രശ്നങ്ങളായിരിക്കും നമ്മൾ എല്ലാ വർഷവും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാട്ടാന ശല്യവും വന്യമൃഗ ജീവികളുടെ സംഭവങ്ങളൊക്കെ എല്ലാ ദിവസവും പേപ്പറിലും ദൃശ്യമാധ്യമങ്ങളിലും ഇതിലൊക്കെ അച്ചടിച്ചു വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ 41 വർഷം ഇപ്പോൾ തുടങ്ങിയിട്ട് 1984 സന്തോഷമാണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. 41 വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് മുടങ്ങാതെ ഇത്രയും വർഷം നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. എല്ലാവരും സപ്പോർട്ട് നമുക്കുണ്ട്. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. എല്ലാ ജനകീയ ഒരു കൂട്ടായ്മയാണ് ഇത്. ഞങ്ങൾക്ക് 7 തവണ കിട്ടിയിട്ടുണ്ട്. നാടോടി സർക്കസ് ONV കുറുപ്പിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. ഒരു റഷ്യൻ പ്രതിമ ഹത്തി എന്ന് പറഞ്ഞതിന് 1ാം സമ്മാനം കിട്ടി. പിന്നെ ഇളവൂർ തൂക്കം, പിന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഫറവോൻ്റെ പിരമിഡ് വലിച്ചുകൊണ്ടുപോകണതിന് നമുക്ക് 1ാം സമ്മാനം. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം 1ാം സമ്മാനമായിരുന്നു. അങ്ങനെ നിരവധി സമ്മാനം, 2ാം സമ്മാനവും 3ാം സമ്മാനം. ഞങ്ങളിങ്ങനെ 2, 3, 1 ആയിട്ട് ഇങ്ങനെ നിൽക്കണേ. നഗരസഭാ കൗൺസിലർ ഷീബ ഡ്യൂറം പ്രോഗ്രാമിൽ സന്നിഹിതയായിരുന്നു. വളരെ സന്തോഷമുണ്ട്. ആതിര ആർട്സ് നിരവധി സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്തെ ഒരു കൂട്ടായ്മയാണ് ഇത്തരത്തിൽ അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്നത്. വർഷങ്ങളായി ഇത് തുടർന്നുകൊണ്ട് പോകുന്നത്. ഓരോ വർഷവും മെച്ചപ്പെട്ടാണ് വരുന്നത്. ഇപ്പോഴത്തെ ഇപ്രാവശ്യത്തെ പാർട്ടിസിപ്പൻസിനെ കണ്ടിട്ട് ഞാൻ തന്നെ അത്ഭുതം കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും നല്ല സഹകരണം എന്തെങ്കിലും ഉണ്ട്. ഇപ്രാവശ്യവും സമ്മാനം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. തീം തന്നെ നമുക്കറിയാം. ഇന്ന് നമ്മുടെ എല്ലാം അരിക്കൊമ്പൻ ലോകം മുഴുവൻ തന്നെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു സംഭവങ്ങൾ, അവിടെയുള്ള ആളുകൾ ദുരിതത്തിൽപ്പെട്ടതും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ. സമൂഹത്തിൽ അത് നമ്മുടെ ശ്രദ്ധ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുവഴി നമുക്കിതിനെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനൊരു പരിഹാരം ഉണ്ടാകുവാനും ഉള്ളൊരു മെസ്സേജ് തന്നെയാണ് പാസ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹക്കോ ലേക്ക് വ്യൂ, കല്ലഞ്ചേരി, കുമ്പളങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റെസ്റ്റോറന്റ് പ്രവർത്തന സമയം 4 PM to 10 PM. 400ഓളം പേർക്ക് ഇരിക്കുവാൻ സൗകര്യപ്രദമായ ഹാൾ, കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരുക്കിയിരിക്കുന്നു.